ഇപ്പോൾ മേളപ്പദം കൊട്ടുന്നു, കഥകളിക്കും കൊട്ടുന്നു. ഒരു പക്ഷേ തെക്കൻ നാടുകളിൽ പോയാൽ രണ്ടും ധാരാളമായിട്ട് വേണ്ടി വരും. ഒരു പക്ഷേ ഇവിടുത്തെ പോലെ അല്ലെങ്കിൽ വടക്കൻ മേഖലയിൽ പോലെ ചെണ്ടക്കാർ അത്ര ധാരാളമൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരം തുടങ്ങിയാൽ അല്ലെങ്കിൽ രാത്രി തുടങ്ങിയാൽ കുറച്ചധികം അധ്വാനം വരും, മേളപ്പദവും കഥയ്ക്ക് കൂട്ടലും എല്ലാം കൂടി. അങ്ങനെ വരുമ്പോൾ ഏതിനാണ് കൂടുതൽ? തീർച്ചയായിട്ടും എല്ലാവരും പറയാം മേളപ്പദം കൊട്ടുമ്പോഴാണ് നമുക്ക് അവസരങ്ങളുള്ളതെന്നൊക്കെ പറയും, വാസ്തവണ്ടേനും. അപ്പോൾ ഈ മേളപ്പദം കൊട്ടിയതിൻ്റെ ഒരു ക്ഷീണം കഴിഞ്ഞിട്ടാണ് അടുത്തൊരു കഥ. ഏതായാലും മിക്കവാറും ഒരു പതിഞ്ഞപദമാണല്ലോ ആദ്യം ഉണ്ടാവുക. അവിടെ നമ്മൾ നിശബ്ദരായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ആ പതിഞ്ഞപദത്തിൽ വളരെ. അങ്ങനെ വരുമ്പോൾ ആ കൊട്ട് നിയന്ത്രിക്കാൻ എന്തെങ്കിലും മാനസികമായിട്ട് തയ്യാറാവാറുണ്ടോ? പറഞ്ഞത് മേളപ്പദം കുറയ്ക്കാനോ? അല്ലല്ല, തോന്നാറുണ്ടോന്ന്? ഇല്ലില്ല, നമ്മൾ ചെയ്യേണ്ടത് വൃത്തിയായി ചെയ്യാം. മേളപ്പദമൊക്കെ അവസാനിപ്പിക്കുമ്പോൾ വല്ലാതൊരു അവസ്ഥയിലേക്ക് എത്തും, ക്ഷീണിക്കും ചെയ്യും. ഒരു പക്ഷെ അത് കഴിഞ്ഞ ഉടനെ അടുത്ത കഥയ്ക്ക് അപ്പം തന്നെ പോകും വേണ്ടി വരും. അവിടെ ചെന്ന കാര്യമായിട്ടൊന്നും അധ്വാനിക്കാണ്ടാവില്ല, നിൽപ്പ് മാത്രമേ കാര്യമായിട്ട്. പിന്നെ ചെറിയ ചെറിയ കലാശങ്ങൾ കൊട്ടുക. പിന്നെ അവിടെ ഒരു വീണ്ടും ഊർജ്ജം വരുന്നത് മറ്റൊരു കാര്യമായിട്ടുള്ളൊരു കത്തിവേഷമോ അല്ലെങ്കിൽ താടി വേഷമോ വരുമ്പോഴാണ്. അവിടെയൊക്കെ ഒരു പൂർണ്ണ രാത്രി അധ്വാനിക്കേണ്ട വിഷയം ഉണ്ടാവും, അത്രയധികം ചെണ്ടക്കാരും ഇല്ലാത്തതുകൊണ്ടും. അപ്പോൾ ഈ കൊട്ടിൻ്റെ ഈ പല നില മീൻസ് ഊർജം കൊടുത്തിട്ടും കൊടുക്കാണ്ടി ചെയ്യുന്ന സന്ദർഭങ്ങൾ നമ്മൾ അരങ്ങത്ത് നിൽക്കേണ്ടി വരും. അതിനെങ്ങനെയാണ് മാനസികമായിട്ട് തയ്യാറാവാറ് എന്നതിൻ്റെ ചോദ്യം. അല്ല, അത് നമ്മൾ ചെയ്യാനുള്ള മേളപ്പം ചെയ്യുക. എനിക്കൊരു ഓർമ്മ വരണത്, നമ്മൾ പലതും ആ ഭാഗത്ത് വാസുവാശാൻ്റെ പുള്ളി അധ്വാനിക്കാൻ എടുക്കണം. ഒരു ഓർമ്മ വരും എനിക്ക്. ആലിയാട് എന്ന് പറഞ്ഞ ഈ വെഞ്ഞാറമൂട് അടുത്തൊരു ആലിയാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ കളിക്ക്. വാസുവേട്ടനും ഞാനും മാത്രമേ ഉള്ളൂ. അന്ന് വിസ്തരിച്ച് പുറപ്പാടും മേളപ്പവും. അത് കഴിഞ്ഞ് കുമാരൻ നാരായണൻ്റെ ഉത്ഭവം. രണ്ടാമത്തെ കഥ രാമൂർത്തി നാരായണൻ്റെ കീചകമുണ്ട്. മൂന്നാമത്തെ കഥ മടവൂരാശാൻ്റെ ദുര്യോധനമുണ്ട്, ചോദനന്മാരെയും 3 കത്തികൾ. അപ്പം ഞാൻ വാസുവച്ചാൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നമ്മൾ രണ്ടാളും കൂടെ ആയാൽ മതിയോ? അപ്പം ആരെയും ഒരാളെയും കൂടെ വിളിക്കാൻ പറയല്ലേ നല്ലത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം ആരെങ്കിലും ഒരാളെ വിളിച്ചാലും കൂട്ടാതിപ്പോൾ നമ്മൾ തന്നെ കൂട്ടണം. പിന്നെ പേരുമായി ഒരാളെ വിളിച്ചു, അതിൻ്റെ ചീത്തപ്പേരും ആവും. നമുക്ക് രണ്ടുപേരും കൂടെ അങ്ങ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വിളിച്ചാൽ അവർ രണ്ടുപേരെയും വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അവിടെ രണ്ടുപേരെ പറഞ്ഞ പോലെ 2 പേരേ പതുള്ളൂ. പിന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എനിക്ക്. അവിടെ നെയ്യാറ്റിൻകര ഒരു കളിക്ക് പോയിട്ട് ഈ പറഞ്ഞ പോലെ 9 മണിക്ക് കളി തുടങ്ങും. ഈ മേളപ്പദം കഴിഞ്ഞ് ഹരിചന്ദ്രൻ എഴുതാണ് കഥ. മക്കൊമ്പാശാൻ്റെ വിശ്വാമിത്രനൊക്കെ ആയിട്ടൊരു കളിയായിരുന്നു. ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ വന്നില്ല, ഒറ്റയ്ക്കപ്പെട്ടു. ഞാനാണെങ്കിൽ മാർഗയിൽ നല്ലൊരു കനമുള്ള ചണ്ടയുണ്ട്, നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് മേളപ്പതൊക്കെ ഉള്ളതന്നെയെന്ന് വിചാരിച്ച് ആ ചണ്ട എടുത്തിട്ട് പോയി. ഇത് 6:30 മണിയായി കളി കഴിക്കാൻ. അതുപോലെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നു. അത് മങ്കൊമ്പാശാൻ വന്നിട്ട് അമ്മാവൻ്റെ അടുത്ത് ഒരു പരാതി പോലെ പറഞ്ഞു. പരാതി വെച്ചാൽ ഇങ്ങനെ എങ്ങനെ അധ്വാനിക്കാൻ വിടാൻ പാടില്ല. അതല്ല. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു. നിനക്ക് വല്ല TB വല്ലതും പിടിച്ച് ചത്തുപോകണ്ട, ഇങ്ങനെ പൂരുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. അപ്പോൾ അത് നമ്മൾ അധ്വാനിക്കാൻ മടി തോന്നാറില്ല. അതിന് വയ്യാണ്ട് വരുമ്പോൾ അതിൻ്റെ കാണും, മടി തോന്നാറില്ല. ഇപ്പോൾ നേരത്തെ ചെണ്ട എന്നൊരു വാക്ക് വീണ്ടും പറഞ്ഞപ്പോൾ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അന്നൊന്നും ഈ ചെണ്ട വലിക്കാനുള്ള യന്ത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ട്രൂപ്പിന് കളി ഉണ്ടാകുന്ന സമയത്ത് അവർക്കുള്ള ചെണ്ടകൾ മുഴുവൻ വലിച്ചും ആ ചെണ്ട വലിയുടെ ഒരു അനുഭവം കൃഷ്ണദാസൻ പലപ്പോഴും ഓർമ്മിച്ചതിൻ്റെ ഓർമ്മയിലുണ്ട്. അതൊന്ന് പറഞ്ഞാൽ നന്നാവും. ചെണ്ടവലി എനിക്ക് നല്ല താല്പര്യമായിരുന്നു. വീട്ടിൽ കുട്ടിക്കാലത്ത് തന്നെ ഒരു പഴയ ചെണ്ടയിരിക്കുന്നു. ഞാനും പ്രസാദും കൂടെ അത് വലിച്ചു മൂക്കൊന്നുമില്ല, എന്നാലും ശരി വലിക്കും, കെട്ടും, പിന്നെയും പഴയ പോലെ പോകും, പിന്നെയും വലിക്കും. എനിക്ക് വലിയൊരു താല്പര്യമായിരുന്നു. പിന്നെ കലാമണ്ഡലത്തിൽ നിന്ന് വന്നപ്പോൾ
അമ്മാവൻ ഏതൊരു സമയവും ഈ ചെണ്ടവലി ഒരു മിക്കവാറും ഉള്ള ദിവസം ചെണ്ട വലിക്കണം. അപ്പോൾ അവർ വന്ന കൊല്ലം തന്നെ തുടങ്ങി ചെണ്ടവലി. അപ്പോൾ ഈ സീനിയർമാർ പറയും ചെയ്യും, കൃഷ്ണദാസ് വലിച്ചാലേ അത് കിട്ടുള്ളൂ പറയും. അപ്പോൾ കുറച്ചും കൂടെ ഒരു ആവേശമാകും അവർക്കൊരു സമാധാനമായി. അവർക്കൊരു അപ്പോൾ കുട്ടേട്ടനൊക്കെയാണ് ചെണ്ടവലി അന്നത്തെയാണ്. അപ്പോൾ എനിക്ക് 2-3 ചെണ്ട ഇരുന്ന് വലിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അന്ന് വലിച്ചിരുന്നു. പിന്നെ ഒരു വയ്യാണ്ടായി തോന്നിയത് പല്ലശ്ശനിൽ ചെന്നിട്ട് അമ്മാവൻ പറഞ്ഞു, ഈ ചെണ്ടയ്ക്ക് എന്തോ ഒരു നടുവ് ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ നന്നായി മൂത്തിരിക്കുകയാണ് ചെണ്ട, നമുക്ക് അഴിച്ച പുതിയ വട്ടവും കോർക്കാം. രാവിലെ ഒരു 7:30-8 മണിക്ക് തുടങ്ങിയിരുന്നു. അന്ന് കളിയുണ്ടോ? അന്ന് കളിയില്ല. മൂത്തിരിക്കണ ചെണ്ട അഴിച്ച് പുതിയ വട്ടമിട്ട് കോർത്ത് ഒരു 12:30 ആയപ്പോൾ അത് മൂപ്പായി. അത്യാവശ്യം നല്ല മൂപ്പായി. ഇനി കൊട്ടി ഉടകെ കൊണ്ടു. അത് നടുക്ക് പൊട്ടിയിട്ട് മൂപ്പര് പറഞ്ഞു, ഇതൊന്നും ഭേദം മറ്റേ ചെണ്ടേനെ കൊണ്ടു, നീ ഒരു കാര്യം ചെയ്യേ, ഇപ്പോഴൊന്നും വലിക്കണ്ട, നമുക്കൊരു 3 മണിക്ക് തുടങ്ങാതെ. 3 മണിക്ക് തുടങ്ങി ആ ചെണ്ട പഴയ പോലെ ആക്കിയിട്ട് അതിന് കൊട്ടാനുള്ള ഭാഗത്തിനാക്കി. അന്നത്തെ ദിവസം തന്നെ അത് വേണ്ടി വന്നു. അത്യാവശ്യമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിന് നിർബന്ധമാണ് ഒരു സമാധാനം. പിന്നെ അതുപോലെ അമേരിക്കയ്ക്ക് പോകുമ്പോൾ അന്ന് ഈ ചണോ കയറ്, ഈ പ്ലാസ്റ്റിക്കല്ല, അതും എന്നെ കൊണ്ട് പറഞ്ഞത്, നീ വലിച്ചാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ കയറ് പൊട്ടിപ്പോവും. അതുപോലെ എന്നെ കൊണ്ട് വലിപ്പിച്ച് നല്ല മൂപ്പായി. അമേരിക്ക ടൂർ കഴിഞ്ഞ് 2 മാസമോ 2.5 മാസമോ ടൂറൊക്കെ കഴിഞ്ഞ് എനിക്ക് വരുമ്പോൾ തന്നെ ഒരു സന്തോഷം. ആ കുടുക്ക് കൂടെ ഇറക്കേണ്ടി വന്നില്ല. അത്രയും ഒരു കുടയൊക്കെ അന്ന് ഫോറിൻ കുട ഇവിടെ ഇല്ലാത്ത സമയം അത് കൊണ്ടുത്തന്ന ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് കോപ്പ് എത്തിയത്. അപ്പം കോപ്പ് വന്ന് അപ്പോഴേക്ക് പെരപ്പുറമായി മൂപ്പർക്ക് ചെണ്ട കാണാണ്ട്. അവിടെ പോയി നോക്കിയപ്പോൾ അതിൽ ചെടികളും ചില കൂന് പോലുള്ള ചില സാധനങ്ങളൊക്കെ മുളച്ച് നനഞ്ഞത് ഇവിടെ മഴയത്തിട്ടിട്ട് കയറിലങ്ങ് പിടിച്ച കയറും ഈ പിടി മാത്രമേ കിട്ടൂ. അന്ന് ആ കുറ്റി മാത്രമേ കിട്ടിയുള്ളൂ. വേറൊക്കെ ഇതെടുത്ത് വെള്ളം നനഞ്ഞിട്ട് ഇവിടെ മഴയത്ത് കൊണ്ടിട്ടാണ് തോന്നുന്നത്. അങ്ങനെ പോയി. ഇതുപോലെ പാക്ക് ചെയ്യാനുള്ള സംവിധാനം. അത് ചെണ്ടവലി അത്ര വേണ്ടി വന്നു. പിന്നെ മാർഗിയിൽ ചെന്നതിന് ശേഷം, മാർഗിയിൽ അന്ന് ഞാൻ പോകുമ്പോൾ അത്രയൊന്നും മൂപ്പില്ല അവിടെ. ചെണ്ട വളരെ മൂപ്പ് കുറവാണ്. നമുക്കിവിടെ ആണെച്ചാൽ അങ്ങനെ എല്ലാം ശീലമില്ല. അപ്പോൾ ചെണ്ട നല്ല വലിയാണ് അവിടുത്തെ വലി. അത് കഴിഞ്ഞ് വാസുവാശാൻ്റെ ചെണ്ട വലിക്കണം. പിന്നെ അവിടെയുള്ളവർ ചെണ്ടയൊക്കെ വലിക്കണം. പിന്നെ നാട്യശാല അവിടെ ഒരു ചെണ്ടയുണ്ട്, അത് വലിക്കണം. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ വാസുവാശാൻ പറഞ്ഞു, ഏതായാലും ഇത് കുട്ടൻ തന്നെ വലിക്കണം. അപ്പോൾ ഒരു 50 രൂപ കുട്ടൻ വാങ്ങിക്കുക, നമുക്ക് എന്തെങ്കിലും ചിക്കനോ മട്ടനോ ഒക്കെ വാങ്ങി കഴിച്ചുകൂടാ. പിന്നെ അങ്ങനെ പൈസയ്ക്ക് വലിച്ചു കൊടുക്കാൻ തുടങ്ങി. അടുത്ത കാലം വരെ വേണ്ടി വന്നു. അത് മെഷീനായിട്ടില്ല, മാർഗിയിൽ അല്ല അവിടെ ആയിട്ടില്ല. വേണ്ടി വലിപ്പിക്കലാണ് പതിവ്. അതെ. ഇപ്പം മാർഗിയിലെത്തി അവിടുത്തെ വാസുവേട്ടൻ്റെ കൂടെയും രാമൻ നമ്പൂരിയുടെ കൂടെയൊക്കെ ധാരാളം അരങ്ങ് പരിചയം കിട്ടിയത് പറഞ്ഞു. വലിയ വലിയ ആശാന്മാർക്ക് കൊട്ടാനുള്ള അവസരം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പഠിച്ച ഒരു കഥകളിക്കൊട്ട്, ഇവിടുത്തെ ഒരു വടക്കൻ സമ്പ്രദായം അല്ലെങ്കിൽ വടക്കൻ മേളം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അവിടെ ചെന്ന് അരങ്ങുകളിൽ കൊട്ടുന്ന സമയത്ത് വ്യത്യസ്തമായിരുന്നു. അവിടുത്തെ മേള സമ്പ്രദായം വ്യത്യസ്തമായിരുന്നു. വടക്കൻ സമ്പ്രദായം, വടക്കും തെക്കും കൂടി ഒരു മേള സമ്പ്രദായത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടുത്തെ വടക്കൻ ചിട്ടയെന്ന് പറയും. മേളത്തിൻ്റെ വടക്കൻ ചിട്ടയാണോ ചോദിക്കുന്നത്? അല്ല, തെക്കൻ ചിട്ട. തെക്കൻ ചിട്ട വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ അന്നിവിടെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് തെക്കൻ കളിപ്പോൾ കൊട്ടണം. അപ്പോൾ ഇവിടുന്ന് ഈ തെരഞ്ഞോക്ക്, വട്ടം വെച്ച് കലാശങ്ങൾ, അങ്ങനെ കളിക്കൊക്കെ അങ്ങനെ അത്യാവശ്യം കുട്ടി ശീലമുണ്ട്. മാർഗി ചെന്ന ഉടനെ തന്നെ ആ കൊട്ടാരത്തിലൊരു കളിയുണ്ടായിരുന്നു. അന്ന് മാങ്കുളം കൃഷ്ണൻ നമ്പൂരിയാണ് വരണ്ടിരുന്നത്. അന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കളി കാണാൻ പോയതാണ്. അപ്പോൾ എനിക്ക് ആ കളിക്ക് കൊട്ടേണ്ടതായിട്ടുള്ളൊരു ഇത് വന്നു. അപ്പം മടവൂരാശാൻ്റെ ആ കീചകോതമായിരുന്നു കഥ. അത് കഴിഞ്ഞ ആട്ടം അദ്ദേഹത്തിന് നിർബന്ധമാണ് മടവൂരാശാൻ. അപ്പം ഞാനെന്തായാലും ഒന്ന് ചോദിച്ചുള്ള ഒന്ന് ആശാനെ പോയി. അപ്പോൾ ആശാൻ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആശാൻ എങ്ങനെയൊക്കെ എൻ്റെ സമ്പ്രദായം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചില്ല ആശാൻ. ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഒരു വല്ലാത്ത നോട്ടമൊക്കെ നോക്കി. അപ്പോൾ അവിടെ എങ്ങനെയാ വെച്ചാൽ ഈ അന്ന് സമ്പൂർണ്ണ കളി
പുറപ്പാടും മേളപ്പതും കീചകവധം ആദ്യം മുതൽ തുടങ്ങും. വിരാടൻ മുതൽക്ക് തുടങ്ങി മല്ലയുദ്ധം എല്ലാം ഉണ്ടാവും. അപ്പം മല്ലയുദ്ധത്തിന് ഞാൻ കൊട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ് കീചകം വരും മുമ്പ് എന്നെ നോക്കി കുഴപ്പമൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു, നീ ഇത് കൊട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന ആളാണ്, നമുക്ക് അവിടെ നിന്ന് വന്ന് കോഴ്സ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പം ഈ ഇവിടുന്ന് പഠിച്ച രീതി അവിടെ ആശാന അത്ര കുഴപ്പമൊന്നുമില്ല, തിരനോക്കൊക്കെ അത് രീതി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ മാർഗയിലെ രീതി കുറച്ച് ആ കൊട്ട് മേളത്തിനൊക്കെ മാറ്റം. വ്യത്യാസം ഇപ്പം തിരനോക്കിന് നേർകോല കൊട്ടിക്കൊണ്ടിരുന്നു. അതായത് തിരശ്ശീല പിടിക്കുമല്ലോ, ഉരുളുകയ നേർകോലാണ്. അങ്ങനെ നേർപോലെ കൊട്ടിക്കൊണ്ട് അവിടെയൊക്കെ അത് ഉരുളിലാക്കിയെടുക്കണം. അപ്പോൾ അത് രാമനമ്പൂരാശാനൊക്കെ പോയിട്ട് മാറ്റം വരുത്തിയതാവും. അതുമാതിരി കലാശങ്ങൾക്കും ഈ മറ്റേ മാങ്കുളം തിരുമേനയുടെ ഒരു സമ്പ്രദായമാണ് മാർഗിയിൽ ഇഞ്ചക്കാടാശാൻ ചൊല്ലി അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അട്ടകലാശ കൂട്ടക്കലാശങ്ങളും കേകി, അത് കംസവത്തിലെ ഒരു കൃഷ്ണൻ്റെ ഒരു കേകിയൊക്കെ ഉണ്ട് ചെമ്പയിൽ. അതിപ്പോൾ കലാമണ്ഡലത്തിൽ അത് 2ാം കാലത്തിലായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ അതൊക്കെ 1ാം കാലത്തിലാക്കിയിട്ടുണ്ട് പോകും. മുമ്പ് അത് 2ാം കാലത്തിൽ തന്നെയായിരുന്നു. അതൊക്കെ വളരെ വ്യത്യാസമായിട്ട് നമ്മൾ പഠിച്ച് ചെയ്യേണ്ട സംഗതികളാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്പം അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കണു. രാമചന്ദ്രാശാൻ സന്യാസിയായിട്ട് പോയി. അതിൻ്റെ കാര്യങ്ങളിപ്പോൾ ആർക്കും അറിയാൻ വയ്യ. അപ്പോൾ പുറപ്പാട് വ്യത്യാസമാണ്. കലാമണ്ഡലത്തിലെ തെക്കൻ രീതി പോലെയല്ല മാർഗയുടെ പുറപ്പാട്. 3ാം നോക്കൊക്കെ ഒരുപാട് വ്യത്യാസം. അപ്പോൾ കഥകളി തെക്കും വടക്കും അല്ലാണ്ട് 2 തെക്കുണ്ട് എന്ന് നമുക്ക് പറയാം. അതെ അതെ, ഒരുപാട് വ്യത്യാസം രണ്ടും തമ്മിൽ. മാർഗിയിലെ സമ്പ്രദായവും മടവൂരാശാൻ്റെ സമ്പ്രദായമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ കുറേശ്ശെ ധാരാളമായിട്ട് കളിക്ക് പങ്കെടുക്കാൻ തുടങ്ങി. എപ്പോഴാണ് മാർഗിയിൽ അധ്യാപകനായിട്ട്? മാർഗിയിൽ ഞാൻ പോയിട്ട് ഒരു 10 വർഷം വളരെ വിഷമിച്ചിട്ടുണ്ട്. ട്രൂപ്പ് കളിക്കുമ്പോൾ ഞാൻ ഉണ്ടാവില്ല കളിക്ക്. അപ്പം അവിടെ രാമണ്ണമ്പൂരിയാശാനുണ്ട്, പിന്നെ ഒരു സുകുമാരപിള്ളയുണ്ട്, ചെണ്ട, പിന്നെ അവിടുത്തെ മാനേജർ എന്ന സോമചേട്ടൻ ചെണ്ടക്കാരനാണ്, പിന്നെ ഒരു വേണുണ്ട്. അപ്പം ഞാൻ അവിടെ എനിക്ക് ആ സമയത്ത് ഒരു വാച്ച്മാൻ്റെ ജോലിയാണ് അവിടെ. പോകുമ്പോൾ അവിടെ ഒരാളുണ്ടാവുക, കൊട്ടാനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പം എന്നിട്ട് ഹരിദാസേട്ടനും അവരൊക്കെ പറഞ്ഞു കൃഷ്ണാത്തിനെയും കൂടെ കൊണ്ടുപോകാൻ. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല. കുറേ വർഷം അങ്ങനെ പോയി. ഇപ്പം ഞാനിത് അവിടെ ഒരു ഗുണമുണ്ടായത് എന്താ വെച്ചാൽ ചൊല്ലിയാട്ടത്തിന് മാതിരി ദൃശ്യവേദര 10-18 കളി ഒരു വർഷത്തിൽ ക്ലബിൻ്റെ അതുപോലെ. കൊട്ടാടത്തിൽ അന്ന് കൃഷ്ണനാരായച്ചാൻ, ഗോപി ആച്ചാൻ, വറ്റങ്കരനാരായച്ചാൻ, ഹരിപ്പാടാച്ചാൻ ഇവരൊക്കെ വരണ ഗംഭീരമായിട്ട് കളി നടക്കുന്ന സമയം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കളി കാണാൻ പോകും. മാങ്കുളം കൃഷ്ണൻ നമ്പൂരിയാണ് കളി നടത്തിയിരുന്നത്. വിളിച്ചാകുമ്പോൾ ഒരു 10 രൂപ കിട്ടും. അങ്ങനെ കളിക്ക് കൊട്ടുകയും ചെയ്യാം, വിളിച്ചാകുമ്പോൾ പൈസയും കിട്ടും, എല്ലാ കളിയും കാണാം. കളി കാണാൻ ധാരാളം അവസരം കിട്ടി. അത് വലിയൊരു ഗുണമായി. തീർച്ചയായിട്ടും കൊട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. മറ്റുള്ള കൊട്ടുകൾ ധാരാളം കേൾക്കാനും ആട്ടങ്ങൾ കാണാനും. അതെ അതെ, ആശാന്മാർ ഇപ്പോൾ ആശാൻ മോൾക്കുണ്ട ആശാന്മാർ കളിക്ക് ദൃശ്യവേദരി ക്ലബിൻ്റെയും കളിക്ക് വന്നിരുന്നു. ഒരുപാട് കളികൾ കാണാൻ അത് വലിയൊരു ഗുണമായിരുന്നു. പിന്നെ പുറത്ത് കുറേ ആൾക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ മാർഗിയിലും കളിക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അതെ അതെ. അങ്ങനെ കഥകളിക്കൊട്ടിലൊരു സ്ഥിരം വാദകനായിട്ട് മാറി. അതിനുശേഷം മറ്റുള്ളവരുടെ കൊട്ട് കേട്ടിട്ടും ആട്ടങ്ങൾ കണ്ടിട്ടും കൊട്ടിയും പരിചയിച്ച ശീലം കൊണ്ട് പിന്നീട് കൃഷ്ണദാസിന് സ്വന്തമായിട്ട് എന്തെങ്കിലും, ഇപ്പം മേളപ്പത്തിൻ്റെ ചെറിയൊരു കഷ്ണം സൂചിപ്പിക്കുന്നുണ്ടായി, അതുപോലെ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ മനഃപൂർവ്വം ശ്രമിക്കുകയോ അല്ലെങ്കിൽ ചെയ്ത് വന്നിട്ടോ ഉണ്ടോ? ഞാനായിട്ട് അങ്ങനെ കളിച്ചു കൂട്ടിന് അങ്ങനെ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അറിയാണ്ടൊക്കെ വരുമ്പോഴേ ഉള്ളൂ കയ്യിൽ. പിന്നെ ഞാൻ അപ്പോഴേക്ക് മണ്ണാടിയുടെ അമ്മാവൻ കൊട്ടും പോലെയല്ല, പിന്നെ ഗോപിയാശാൻ്റെ വേഷത്തിനൊക്കെ കുറേ മാറ്റം. അത് ഉണ്ണീഷേട്ടനായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ വേറുപാടിനായാലും അങ്ങനെ പല മാറ്റങ്ങളും. അപ്പം പിന്നെ കുറേ ഉണ്ണീഷേട്ടൻ്റെ കൊട്ടിനെ അനുകരിച്ച് അങ്ങനെ പോയി കുറേ.
വേർപാടിൻ്റെയും അങ്ങനെ പല കുട്ടികളും ഗോപിയാശാൻ്റെ രൗദ്രഭീമൻ്റെ രൗദ്രഭീമൻ്റെ അങ്ങനെയുള്ള അത് അത് അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനതിന് വേറൊരു വഴിക്ക് ഇങ്ങനെ അതെ അപ്പോൾ അതുപോലെ നമുക്ക് പറ്റില്ല. ഞാൻ ഒന്നുകൂടി പഴയ കാലത്തേക്ക് പോവുകയാണ്. പണ്ട് കൃഷ്ണദാസൻ തന്നെ പറഞ്ഞൊരു കഥയാണ്. അത് ഏത് കാലത്താണ്ടായതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എവിടെയോ കൃഷ്ണദാസനും പ്രസാദും കൂടിയിട്ട് ഒരു ഉദ്ഭവം കൊട്ടാൻ പോയ കഥ. അത് തിരിച്ചു വന്ന് അമ്മാവൻ പറഞ്ഞ കമൻറ്റ് ശരിക്കും മന്നാടിയാശാദം കൊണ്ട ആകാരം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ ഗൗരവക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫലിതം വളരെയധികം പൊതുവെ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. അത് കൃഷ്ണദാസൻ്റെ പല രീതിയിൽ പലവട്ടം അവതരിപ്പിച്ച് കേട്ടിട്ടുണ്ട്. ആ സന്ദർഭം ഒന്ന് വിവരിക്കാൻ പറ്റുമോ? അത് അതൊരു തമാശാണെന്ന് തോന്നുന്നില്ല എനിക്ക്. വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ഒരു തമാശ ആയിട്ടല്ല. കാരണം അവരൊക്കെ ഈ അമ്മാവനൊക്കെ ഉത്ഭവം അതുമാതിരി പുറപ്പാടും മേളപ്പതും പിറ്റേ ദിവസം കളിയേണ്ടി നമ്മുടെ തന്നെ പറയാറുണ്ട്. തലേ ദിവസം അരി ഭക്ഷണം കഴിക്കണം, അങ്ങനെ വളരെ ശ്രദ്ധിക്കും. തലേ ദിവസമേ തയ്യാറെടുക്കാൻ തുടങ്ങും. അപ്പോൾ അത് പിറ്റേ ദിവസം അതിനു വേണ്ടി തയ്യാറെടുപ്പ് തലേ ദിവസമേ തുടങ്ങുന്നത്. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിൽ വന്നു. അത് പാലക്കാട് ക്ലബിൻ്റെ ഒരു കളിയാണ്. പ്രസാദുണ്ട് കൂടെ. അപ്പോൾ പ്രസാദിനെക്കാട്ടിൽ കൂടെ നടന്ന് പരിചയം എനിക്കാണ്, അമ്മാവൻ്റെ കൂടെ നടന്നു. അപ്പോൾ അദ്ദേഹം എന്താ ഉദ്ദേശിക്കുക, എന്താ പറയാമെന്നൊക്കെ പ്രസാദിനെക്കാട്ടിൽ കൂടുതൽ എനിക്കറിയാം. അപ്പോൾ പോകാൻ നേരത്തെ ഞാൻ യാത്ര പറഞ്ഞിട്ട് വന്നോ, ഞാൻ അവിടെ നിൽക്കാം. പ്രസാദ് കളിക്ക് പോകണു. ഓ എവിടെ കളി? പാലക്കാട് ക്ലബിൻ്റെ കളിയാണ്. ഓ ശരി കിട്ടോ, എന്താ കഥ ചോദിച്ചു. ഉത്ഭവമാണ്. എന്നിട്ടാണ് എന്നെ വിളിച്ചത് ചോദിച്ചു. അപ്പോൾ ഈ ചോദ്യം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വിട്ടു തന്നത്. അപ്പോൾ പ്രസാദ് പറഞ്ഞു എന്നെ കുട്ടെന്നാ പറയാം. കുട്ടനും കൂടി ഉണ്ട്, വലിയ ഇതായിട്ടാണ് പറഞ്ഞു. ഓഹോ എന്താ കേമത്തം ചോദിച്ചു. അപ്പം അത് ഒരു തമാശ ആയിട്ടില്ല. അവർ ഈ ഉത്ഭവത്തിന് അവരങ്ങനെ കാണുന്നു. അതന്നെ കാണുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തത് ഞങ്ങളെപ്പോലുള്ളവർക്ക് കേൾക്കുമ്പോൾ ശരിക്കും നല്ലൊരു തമാശയായിട്ടാണ് തോന്നാറ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കളിക്ക് പോകുമ്പോൾ കളി കഴിഞ്ഞ് വന്നാലും അതുപോലെ തന്നെ തൃപ്പൂണിത്തറ ഒരു കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാം കൂടെ വീട്ടിലെത്തി. അപ്പോൾ എന്നെക്കൊണ്ട് ചോദിച്ചു പൈസയൊക്കെ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിനക്കെത്ര കിട്ടിയത്? എനിക്ക് 500 രൂപ കിട്ടി. പ്രസാദനോ അവന് 450 ഉണ്ട്. കുറച്ച് നേരം ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമ്മളൊക്കെ പോണ കാലത്ത് ഒരു 100-150 തന്ന് വിട്ടു. ഇപ്പോൾ കണ്ട പിള്ളേരെ വിളിച്ച് കണ്ടമാനം പൈസ കൊടുക്കണം. എന്താ ചെയ്യുക, ഓരോ യോഗം ഓരോരുത്തർ. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത്, അമ്മാവൻ പറഞ്ഞത്, അതേ തൃപ്പൂണിത്തറ വെച്ചിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. 2 കൊല്ലം മുമ്പ് മക്കളുടെ തായമ്പി ഉണ്ടായിരുന്നു തൃപ്പൂണിത്തറ, ഡബിൾ തായമ്പി. അപ്പോൾ ഞാൻ അവരുടെ കാറിലാണ് വന്നത്. എനിക്ക് അന്ന് കളിക്കുന്നുണ്ടാവും. ഞാൻ കാറിൽ വന്നു. ഒരു തായമ്പ് കഴിഞ്ഞൊരു വണ്ടിയിൽ തിരിച്ചു പോയി. ഞാൻ ബാല്യബോധവും കഥ സത്യം കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നു. ഫോൺ നോക്കിയവർ വിളിച്ചിരിക്കുന്നു. അവൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഫോണെടുത്ത് ഒരു വീടെത്തിയില്ലേ, വീടെത്തി വെച്ചാ കവർ നോക്കിയോ? കവർ നോക്കിയതിൽ 25,000 രൂപയുണ്ട്. അപ്പോൾ ഇതൊക്കെ നാരായണേട്ടൻ, കോട്ടയ്ക്ക് നാരായണേട്ടൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് ഞാൻ പറയണതും. കുട്ടികളുടെ തായമ്പീൻ്റെ എന്നൊക്കെ അറിയാം. ഞാൻ അങ്ങനെ അത് ആലോചിക്കണ കണ്ടിട്ട് നാരായണേട്ടൻ ചോദിച്ചു എന്താ കൃഷ്ണാതായിരുന്നു ആലോചിക്കണ ചോദിച്ചു. ഞാൻ പറയും ഓരോ യോഗം ഞാൻ തുടങ്ങിയിട്ട് കാലം അത്രയായി. എനിക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ ഭാര്യയും കൂടി ചത്തേനെ ചേഴിയെ പോകാൻ പറ്റും. എനിക്ക് കിട്ടാൻ പോണത് കൂടി പോയാൽ 4,500 രൂപ കിട്ടും. പിള്ളേർ 25,000 രൂപയും കൊണ്ട് വീടെത്തി. അപ്പോൾ അത് വിഷമമാണോ സന്തോഷമാണോ? ഞാൻ പറഞ്ഞു മക്കൾക്ക് കാശ് കിട്ടണത് സന്തോഷം തന്നെ. ഞാൻ എൻ്റെ കാര്യം ആലോചിച്ച് വിഷമിക്കുകയാണ്. ഒത്തിരിയും കാലമായി ഞാനവരെ പഠിപ്പിച്ചിട്ട് ഇത്ര കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അമ്മാവനെ ആലോചിച്ചു. തീർച്ചയായിട്ടും അതെ അതെ. അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ വികാരം തന്നെയാണ് കൃഷ്ണദാസനും ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കഥകളിക്കൊട്ടിൻ്റെ എന്താ ചെയ്യുക, നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് അല്ലേ? ആലോചിച്ച് നോക്കും. ഈ തായമ്പ കൊട്ടണേനെക്കാട്ടിലും മേളം കൊട്ടണേനെക്കാട്ടിലും കഥകളി കൊട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെ, എത്ര ആൾക്കാരുടെ സമ്പ്രദായങ്ങളും മനസ്സിലാക്കി എന്നാൽ തന്നെ ചിലപ്പോൾ നേരാവാൻ പാടാണ്.
പൈസ ആയിട്ട് കിട്ടൂല, ആട്ടങ്ങളും ബൈഹാട്ടാവണം. പക്ഷെ ഇപ്പോൾ ഒക്കെ കുറേ കാലം മാറിയല്ലോ. അത് നമുക്ക് അംഗീകരിക്കാണ്ട് പറ്റില്ല. ഒരുവിധമൊക്കെ മാന്യമായിട്ടുള്ള പ്രതിഫലം കിട്ടുന്ന സ്ഥലങ്ങൾ ധാരാളം. തായമ്പി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ട് ഫീൽഡിൻ്റെ ചില വ്യത്യാസങ്ങൾ അതിലുണ്ടായിരിക്കാം. ഇപ്പോൾ മക്കളുടെ കാര്യം പറഞ്ഞു, അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. മക്കൾ നന്നായിട്ട് തായമ്പ കൂട്ടുന്ന ആൾക്കാരാണ്. അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയത് വളരെ കുട്ടിക്കാലത്തും തുടങ്ങിയോ? അവരെ പഠിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അവർ തിരുവനന്തപുരത്ത് എത്താൻ തന്നെ കാരണം ഒരു വർഷത്തിൽ ഞാൻ 65 ദിവസമേ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കളിയൊക്കെ സീസൺ കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ ഞാൻ നോക്കും, എഴുതി വെച്ചു. അപ്പോൾ ഒരു 65 ദിവസമേ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ 2-3 മാസം വിദേശ യാത്രയായിട്ട് അങ്ങനെ പോയി. അപ്പോൾ അത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അത് അങ്ങനെയാണ് ഇവരെയും കൂട്ടി തിരുവനന്തപുരത്ത് പോയതിന് ശേഷം അവിടെ ധാരാളം കുട്ടികൾ ചണ്ട പിടിക്കാൻ വരാൻ തുടങ്ങി. വീട്ടിൽ വരാൻ. അപ്പോൾ ഇവള് രണ്ടാമത്തെ കുട്ടി അന്ന് അവൾക്ക് 4 വയസ്സോ 4.5 വയസ്സോ. ഇവളിങ്ങനെ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കും, ഇങ്ങനെ താളമൊക്കെ പിടിക്കും. ഞാൻ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞാനും കൂടെ വന്നിരുന്നോട്ടെ ചോദിച്ചു. അവിടെ വന്നിരുന്നു. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് തെറ്റുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെയല്ലേ പറഞ്ഞിട്ട് അവൾ കാണിച്ചു തരും. അപ്പം മൂത്തവളിയും വന്നിരിക്കാൻ പറഞ്ഞു. ചുരുക്കം ഒരു വർഷം കൊണ്ട് തായമ്പ ഓടിച്ചു കഴിഞ്ഞു. 7-7.5 വയസ്സ് ആകുമ്പോഴേക്കും താല്പര്യം കുട്ടിക്കാലം അവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അരങ്ങേറ്റത്തിന് തന്നെ ആൾക്കാർക്ക് ഇവിടെ വലിയ ഹരമായി. പിന്നെ അതിങ്ങനെ വിചാരിക്കാണ്ട് പരിപാടി കിട്ടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ മനോധർമ്മം പറഞ്ഞു കൊടുക്കും. അങ്ങനെ വന്നത്. ഇപ്പോൾ ഒരു പേര് കേട്ട തായമ്പക്കാരായി. മറ്റാ സാധാരണ തായമ്പക കലാകാരന്മാരെ പോലെ തന്നെ വേദികളും അവർക്ക് കിട്ടാൻ തുടങ്ങി. തീർച്ചയായിട്ടും അതെ, അഭിമാനിക്കാവുന്ന തന്നെയാണ്. വീണ്ടും കഥകളി ചെണ്ടയിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഇപ്പോൾ കൃഷ്ണനാരാശാൻ്റെ അരങ്ങത്ത് നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ആശാന്മാരുടെയും കൂടെ കൊട്ടി, രാമുട്ടിയാശാൻ, കുമാരനാരാശാൻ. പിന്നെ കൃഷ്ണദാസൻ ശ്രദ്ധിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഗോപിയാശാൻ്റെ വേഷങ്ങൾക്കായിരുന്നു. ഒരു കുറച്ച് കാലങ്ങളായിട്ട് കൃഷ്ണദാസൻ്റെ കൊട്ട് ശ്രദ്ധിക്കപ്പെട്ടത് ഗോപിയാശാൻ്റെ വേഷങ്ങൾക്ക് കൊട്ടുമ്പോഴാണ്. അപ്പോൾ മറ്റ് ഏതാശാൻ്റെ കൂടെ കൊട്ടുമ്പോഴും നമുക്ക് ശ്രദ്ധയും വേണം, എല്ലാം വേണം, ശരിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗോപിയാശാൻ്റെ വേഷങ്ങൾക്ക് കൂടുമ്പോഴുള്ളൊരു മാനസിക അവസ്ഥ എന്തായിരുന്നു? ആദ്യകാലത്തും ഇപ്പോൾ വ്യത്യാസം ഉണ്ടാവും, കൂടി പരിചയത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുണ്ടോ, ഇതൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ടോ? എങ്ങനെയാണ് ഗോപിയാശാൻ്റെ അരങ്ങുകൾക്ക് ഏറ്റവും അധികം സ്വീകാര്യനായിട്ടുള്ള ആളായിട്ട് മാറിയൊരു സന്ദർഭം ഉണ്ടായത്? എനിക്ക് കിട്ടിയ ഗുണം ഇതൊക്കെ കുറച്ചൊരു സ്നേഹവും കൂടെ വേണം, നമ്മുടെ അടുത്ത് ഒരു വാത്സല്യം കൂടെ വേണം. അപ്പോഴേ കുറച്ചൊക്കെ നമ്മളുമായിട്ട് യോജിക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ആശാൻ തന്നെ നമ്മളെ വിളിക്കാൻ പറയുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ ഉണ്ണീഷേട്ടൻ കൊട്ടണ കണ്ടിട്ട് ആ ശൈലി കുറച്ച് നമ്മൾ പല വേഷങ്ങൾക്കും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ദേഷ്യപ്പെടും. അരങ്ങത്ത് വെച്ച് ദേഷ്യപ്പെടാറുണ്ട്. അത് കഴിഞ്ഞാലും ദേഷ്യപ്പെട്ടാലും ഒന്ന് പറഞ്ഞു തരും, അവിടെ ഇന്ന പോലെ വേണം, ഞാൻ പറഞ്ഞു തരാറുണ്ടല്ലോ അതൊക്കെ. അങ്ങനെ വഴക്കൊക്കെ കേൾക്കും. എന്നാലും അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. അച്ഛൻ നിൽക്കുമ്പോൾ വേറെ എവിടെയും ശ്രദ്ധിക്കാനുള്ള സമയം ഒരു മിനിറ്റ് പോലും ഉണ്ടാവില്ല. ആശാനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നില്ലെങ്കിൽ ആശാനും മനസ്സിലാവുകയും ചെയ്യും. അത് നമ്മളെ നോക്കേണ്ട കാര്യമില്ല. അത് ആശാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാലും നമ്മൾ ശ്രദ്ധ കുറവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് ഇങ്ങനെ തെറ്റ് വന്നാൽ പറഞ്ഞു തരാറുണ്ട്. അരങ്ങത്ത് വെച്ചിട്ട് അങ്ങനെ നോക്കുന്നേ ഉള്ളൂ. രാമുട്ടിയാരാശാൻ അങ്ങനെയല്ല, അതിനെ തിരിഞ്ഞു നോക്കി നായെ കഴുതി വെച്ചിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാര്യ വിജയത്തിന് കൂട്ടുമ്പോൾ മണ്ണൂർ കളവൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് നേരത്തെ ഞാൻ കണക്കാക്കിയിട്ട് ഈ സ്ഥലത്ത് ചീത്ത കേൾക്കുന്നുള്ളത് കൃഷ്ണൻകുട്ടി ആശാൻ്റെ നാരദനായിരുന്നു. അത് കൈലാസം നോക്കി കാണുന്ന സമയത്താണ് അത് നീളം ശരിയാവായ ഒന്നു. അത് ആദ്യം ഒന്ന് നോക്കി, രണ്ടാമത് ഇങ്ങോട്ട് തിരിയുമ്പോഴത് സമയത്ത് കലാശമൊന്നുമില്ല. അപ്പം കുട്ടി കലാശി കണ്ടു നായൻ്റെ മനെ തേണ്ടി എന്നൊക്കെ വിളിച്ചിട്ട് ഇറങ്ങത്ത് വെച്ചിട്ട് കുറേ അഴുക്ക് അതൊരുപാട് കേട്ടിട്ടുണ്ട് രാമുട്ടിയാരാശാൻ്റെ. ഗോപിയാശാൻ അങ്ങനെ ഇതാകാറില്ല. ഇപ്പോൾ ഗോപിയാശാൻ്റെ തലമുറക്കാരായിട്ടുള്ള നിരവധി വേഷക്കാർ എല്ലാവരുടെയും വേഷത്തിന് വേണ്ടി ധാരാളമായിട്ട് കൊട്ടിയിട്ടുണ്ടാവും.
അവസരം തിരുവനന്തപുരത്തും അതെ എല്ലാവരുടെയും ഈ പഴയ ഹരിപ്പാടാശാൻ, ചിന്നത്തിലാശാൻ, തമ്പുരാൻ, മടവൂരാശാൻ, ഇടക്കാടാശാൻ, പിന്നെ ഇവരൊക്കെ അങ്ങോട്ട് വരുമ്പോൾ വടക്കുള്ളവരൊക്കെ വരുമ്പോഴും അവസരങ്ങൾ ഒരുപാട് കിട്ടിയാണ്. ശരിക്കും അത് തിരുവനന്തപുരത്ത് എത്തിപ്പെട്ടോണ്ടല്ലേ കൂടുതൽ അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യത? ഒരു പക്ഷേ ഇവിടെ തന്നെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു കഥകളിക്കൊട്ടുകാരനാവില്ലായിരുന്നു ഞാൻ. ഈ കഥകളിക്കൊട്ടുകാരനായാലും ഈ ഒരു നിലയിലേക്ക് എത്തും. കാരണം ഇവിടെ അനവധി പേര് അങ്ങനെ എണ്ണം ഒരുപാട് കൂടുതലുണ്ട്. അത് അത്രയും കഴിവ് തെളിയിച്ചവർക്ക് മാത്രമേ അവിടെ ഒരു സ്ഥാനത്ത് എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ളൂ. ഒരു പക്ഷേ അത് അമ്മാവൻ അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടാവും. അങ്ങനെ അതുകൊണ്ടായിരിക്കും കാരണം അവിടെ എത്തി. അവിടെ അത് ചെണ്ട കലാകാരന്മാരെ എണ്ണം കുറവ്, കളികൾ കൂടുതൽ, ചെയ്ത് ശീലിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് കിട്ടി. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തെക്കോട്ട് മാർഗിയിലെത്തി അവസരങ്ങൾ ധാരാളം കിട്ടി, അതിനുള്ള സാഹചര്യം ധാരാളം കിട്ടി. അങ്ങനെ ഇവിടുന്ന് അവിടെ എത്തി. അപ്പം ഈ ഒന്നാമത് വടക്കൻ ശൈലിയുടെ കൊട്ടാണ് കൃഷ്ണദാസൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുള്ളത്. അത് തെക്കോട്ട് അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിലുള്ള കഥകളിക്കൊക്കെ ആ ഒരു സമ്പ്രദായത്തേക്ക് എത്തിക്കാൻ കൃഷ്ണദാസിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അറിവും ബോധ്യവും. മനഃപൂർവ്വം അല്ലെങ്കിലും കൃഷ്ണദാസൻ്റെ പിൻതലമുറക്കാർ, പേരെടുത്ത് പറയുന്നില്ല, പലരും ഇപ്പോൾ കൃഷ്ണദാസൻ തന്നെ ഒരുപാട് പേരെ അനുകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും 1-2 ആൾക്കാരുടെ പേര് സൂചിപ്പിക്കണ്ടായി. ഇപ്പോൾ ഗോപിയാശാൻ്റെ മേള ഒരുക്കുന്നതിൽ ഉണ്ണികൃഷ്ണേട്ടൻ്റെ ഒരു സ്വാധീനം എന്ന് പറഞ്ഞു. അങ്ങനെ പല ഓരോന്നും ഓരോരുത്തരാവും ചിലപ്പോൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ തെക്ക് വടക്ക് കഥകളി മേളം ഒരു ഒരേ വഴിയിലേക്കാക്കി കൊണ്ടുവരുന്നതിൽ ഒരുപക്ഷെ വാസുവേട്ടനും അല്ലെങ്കിൽ രാമൻ നമ്പൂരിയൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതിപ്പോൾ നിലനിൽക്കുന്നത് കൃഷ്ണദാസനിലൂടെയാണ്. കാരണം ആ ഒരു മേള സമ്പ്രദായം അവിടെയും ഇവിടെയും ഒരുപോലെ എന്നൊരു ഉറച്ച ബോധ്യമായി കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെ കൃഷ്ണദാസനെ അനുകരിക്കുക എന്നുള്ള വാക്ക് ശരിയല്ല, ഒരു കലയിലും ശരിയല്ല. പക്ഷേ കൃഷ്ണദാസൻ്റെ കൊട്ടിൻ്റെ സ്വാധീനം ഉൾക്കൊള്ളുന്ന ഒരു പുതിയ തലമുറ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. മിടുക്കരായിട്ടുള്ള ചെണ്ടക്കാർ വളർന്നു വരുന്നുണ്ട്. ഇപ്പം കൃഷ്ണദാസൻ്റെ നിസ്സാരെന്ന് തോന്നുന്ന ചില കലാശങ്ങളുടെ ഇതുപോലും അത് ഒരു പക്ഷേ അത് വാക്കുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിക്കോണമെന്നില്ല. കൊട്ടിയിട്ടാണെന്ന് വെച്ചാൽ പിന്നെയും കൃഷ്ണദാസിന് കാണിക്കാൻ പറ്റും, എനിക്ക് പറ്റില്ല. അത്തരം ചില സ്വാധീനങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. മനഃപൂർവ്വമായിരിക്കില്ല. ഒരു പക്ഷേ കൃഷ്ണദാസൻ മറ്റുള്ളവരെ അനുകരിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെ അവരും അനുകരിക്കാവില്ല. കേട്ടും കണ്ടും ശീലിച്ച അപ്പം അങ്ങനെ ഒരു പൊതുമേള പദ്ധതി എന്ന് പറയാം. കേരളത്തിലുടനീളം ഒരു പൊതുമേള പദ്ധതി, കഥകളി മേള പദ്ധതി ഉണ്ടാക്കുന്നതിൽ കൃഷ്ണദാസൻ വഹിച്ച പങ്ക് ചെറുതല്ല, സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ഇനി ഇപ്പോൾ ഒരു മിനിറ്റ് അടുത്ത അനുകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരു പല്ലശനെ കൊട്ട് ഒരു പാരമ്പര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ മാതൃകയാക്കേണ്ട പുരുഷൻ തീർച്ചയായിട്ടും മന്നാടിയാശനാവും ചെയ്യും. അപ്പോൾ ഈ മന്നാടിയാശൻ്റെ കൊട്ട് കണ്ടിട്ടും കേട്ടിട്ടും പഠിപ്പിച്ചിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തെ പോലെ കൊട്ടാൻ തോന്നുന്ന സന്ദർഭങ്ങൾ അങ്ങനെ വല്ലതും മനസ്സിൽ ഉള്ളുകൊണ്ട് അറിഞ്ഞ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു മേളപ്പദമൊക്കെ കൊട്ടുമ്പോൾ പലതും അദ്ദേഹം ചെയ്ത പോലെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് ചെമ്പടോട്ടമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കൊട്ടുമ്പോഴോ അല്ലെങ്കിൽ കൂടെ കൊട്ടുമ്പോൾ അവരുടെ കൂടെ കൊട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കൊട്ടുമ്പോൾ ആ ചെമ്പടോട്ടത്തിൽ ആ എണ്ണങ്ങളെ കൊട്ടാറുള്ളൂ കൂടുതലും. അമ്മാവൻ കൊട്ടുന്ന എണ്ണങ്ങളെ കൊട്ടാറുള്ളൂ പരമാവധി. പിന്നെ ഇതിൽ ചിലത് വ്യത്യാസപ്പെടുത്തി വെച്ചാൽ അമ്മാവൻ ആ ചലമലയുടെ എണ്ണം അടൂറാണ് കടൂറാണ് അടൂറാണ് 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 അത് ഗ്യാപ്പില്ലാണ്ട് കൊട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാനതിനെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് അടൂറാണ് 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 മറ്റേത് ഗ്യാപ്പില്ല, നിലം മൊത്തം മുഴുമിക്കും. ഗടൂറാണ് 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 ഗടൂറ. അത് നമ്മളെ കൊണ്ട് പറ്റൂല. ഈ ഒറ്റ പോക്കിൽ സിംഗിളായിട്ട് കൊട്ടാൻ മുഴുവൻ എത്തിക്കൊള്ളണം. മാത്രമല്ല മേളപ്പദത്തിലൊക്കെ ഇപ്പോൾ ചില മാളയില്ലെങ്കിൽ അങ്ങനത്തെ പദങ്ങളൊക്കെ വരുമ്പോഴേക്ക് കാലം ഒരുപാട് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴൊക്കെ. കണ്ടൊന്നും ഉണ്ടായിട്ട് കണ്ടിട്ടില്ല.
അതൊക്കെ ഈ കൊട്ടിനെ ബാധിക്കുമല്ലോ തീർച്ചയായിട്ടും. അതെ അതെ അതെ. പഴയ കാലത്തിലുള്ള കൊട്ടാണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരും. പുതിയ കാലം അതിന് അനുവദിക്കില്ല, ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് ഉറപ്പാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ നില കൊടുത്തിട്ടുള്ള ചെയ്യൽ എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ ചെയ്യുന്നുണ്ടോ വെച്ചാൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാലത്തിനെ അങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് ഇപ്പോൾ നമുക്കെടുത്ത് അങ്ങനെ കൂട്ടിയാലും അതും അതങ്ങനെ അതിന് കൊടുക്കുന്ന ഊർജം അതിന് ആ വായു കൊടുത്ത് ചെയ്യുന്ന മരത്തിന് നവപൗണ്ടെണ്ണങ്ങളും ഇപ്പം നമ്മൾ പലതും മാറ്റിയൊക്കെ കൊട്ടുണ്ട്. പക്ഷെ അവർ ആ കൊട്ടണത് അങ്ങനെ ഒരു പക്ഷെ ആ എണ്ണം കൊട്ടുമ്പോഴുള്ള കാലം നിൽക്കുന്ന പോലെ വേറെ ഒരു എണ്ണം കുട്ടികളും കാലം നിൽക്കില്ല. അറിയാതെ കുറച്ചെങ്കിലും കയറി പോകുന്നത്. പിന്നെ അത് ഈ നില കൊടുത്ത് ചെയ്യണതേ അത് പറഞ്ഞു തരാറുമുണ്ട്. അവിടെ പോണാച്ചാൻ ഒരു ഇടയ്ക്കിങ്ങനെ തമാശ പറയും, കൊട്ടിന് നിലവാണോടാവും, നിലയുണ്ടെങ്കിലേ അതിന് നിലവാരം ഉണ്ടാവുള്ളൂ, നിലവാരം ഉണ്ടെങ്കിലേ അതിന് നിലനിൽപ്പുള്ളൂ പറയും. എനിക്ക് കൊട്ടിന് നിലവാണോടാ പറയും, നിലയുണ്ടെങ്കിലേ അതിന് നിലവാരം ഉണ്ടാവുള്ളൂ, നിലവാരം ഉണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ. നല്ല വാചകം. ഞാൻ എപ്പോഴും അത് ആശാൻ്റെ പറച്ചിലേ ശ്രദ്ധിക്കും. അപ്പോൾ അത് അവർ അപ്പട്ടിപ്പൊളാശാനും അതിപ്പോൾ തകണ്ടാക്ക് എന്നുള്ള എല്ലാവരും കൂട്ടും. അപ്പോൾ ആശാൻ ആ താളത്തിനെ പിടിച്ച് നിർത്തിയിട്ട് അതിൻ്റെ മാറ്റമാണ്. നിലവാരം എന്ന് പറയുന്നത് അമൃത്തി കൊട്ടൽ മാത്രമല്ല, അല്ല, രണ്ടും വ്യത്യാസമുണ്ട്. അമൃത്തി കൊട്ടലല്ല നിലവാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വായ കൊടുത്ത ആ താളത്തിൽ മന്നാടി ആശാന്റെ നിലവാരമുള്ള കൊട്ടാണ് മനസ്സിലുള്ളത്, അതുപോലെ കൊട്ടാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും കൃഷ്ണദാസനിൽ വിജയിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ്, ചോദ്യം ഇല്ലാത്ത കാര്യമാണ്. പിന്നെ അതുപോലെ കൊട്ടുക എന്നുള്ളത് ഒരാൾക്കും സാധ്യമാവില്ല. അത് കാലം മാറുന്നു, അവസ്ഥ മാറുന്നു. നോക്കായാലും ആ കാലത്തിനെ പിടിച്ചു നിർത്തി കാലം കയറാണ്ടും അങ്ങനെ ഒരു അത് ഞാൻ ശ്രമിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് നമ്മുടെ പുതിയ അല്ലെങ്കിൽ കൃഷ്ണദാസൻ്റെ പിൻതലമുറ, അവരും ഇതുപോലെ ധാരാളം കൃഷ്ണദാസൻ്റെ കൊട്ടുവഴികളെ പിന്തുടരാൻ ശ്രമിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും പുതിയ കുട്ടികൾ പ്രത്യേകിച്ച് ചെണ്ട വിഭാഗത്തിൽ നമുക്ക് അമ്പരപ്പിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട് അതിൽ. അപ്പോൾ അവരെല്ലാവരും ഞാനിപ്പോൾ ഒരാളെ മാത്രം അനുകരിക്കുന്നു ഇല്ലെങ്കിൽ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിൽ ഉണ്ണികൃഷ്ണനും പലരും പെടുന്നുണ്ടാവും അവരുടെ മോഹവലയത്തിൽ എന്ന് പറയാം. തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെട്ട ഒരാളാണ് കൃഷ്ണദാസൻ. അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അവരുടെ കൊട്ടിന് ഉപരി അവർക്ക് കൊടുക്കാവുന്നൊരു സന്ദേശം, അതിനു മുമ്പേ നമുക്ക് കുടുംബത്തെ പറ്റി എന്തെങ്കിലും പറയണം. ഇപ്പോൾ കുട്ടികളെ പറ്റി, കുട്ടികളുടെ തായമ്പകയെ പറ്റി ഒന്ന് സൂചിപ്പിച്ചു. അവർ കുട്ടിക്കാലം ഒക്കെ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ധാരാളം അരങ്ങേറുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് രണ്ടാമത്തെ മകൾക്ക് ബോംബെയിൽ നിന്ന് നല്ലൊരു അംഗീകാരം കിട്ടുണ്ടായി. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. നമുക്ക് അറിയാമല്ല, കുടുംബത്തെ പറ്റി കൂടെ ഒന്ന് പറഞ്ഞാൽ. എൻ്റെ അമ്മ സൈന്ധവി അമ്മ, അച്ഛൻ പത്മനാഭ മണ്ണാടിയനാണ്. അച്ഛൻ ഞാൻ ജനിച്ച് അധികം താമസിക്കാണ്ട് അമ്മയായിട്ട് പിരിഞ്ഞു. ശരി. പിന്നെ അമ്മാവന്മാരാണ് എന്നെ വളർത്തിയതൊക്കെ. ഇത് മണ്ണാടിയരാച്ചാൻ കലാമുടക്കത്തിൽ കൊണ്ട് ചേർത്തു. മണ്ണാടിയരാച്ചാൻ മക്കളുടെ കൂട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ അവരെക്കാട്ടിലും കൂടുതൽ എൻ്റെ കാര്യം ശ്രദ്ധിച്ചിരുന്നു. സഹോദരങ്ങൾ ഞാൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മാർഗിയിലേക്ക് അയച്ചതും ഒക്കെ മണ്ണാടിയരാച്ചാനാണ്. അവസാനം 3 അമ്മാവന്മാരാണ്. മണ്ണാടിയരാച്ചാൻ രണ്ടാമത്തെ ആളാണ്. കലാമണത്തിലേക്ക് അയച്ചു, അവിടുന്ന് വന്നു. അപ്പോൾ അവിടെ പോകുമ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. ഒരു ഡൽഹിയിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഇവിടുന്ന് 10-60 കലാകാരന്മാർ പോയിട്ട്. അപ്പോൾ അതിന് ചെണ്ടയ്ക്ക് എന്ന അമ്മാവൻ കേശവനാശാൻ, രാമണ്ണമ്പൂരി ആശാൻ, ഉണ്ണികൃഷ്ണേട്ടൻ, ഞാനും ഉണ്ട്. അപ്പോൾ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു, കൂടെ സഹായത്തിന് ഒരാളെ കൂടെ കൂട്ടിക്കോളൂ, ഒരു 5000 രൂപ അവർക്ക് കൊടുക്കാം, ട്രെയിനും വെച്ചിട്ട് സംഗീത അക്കാദമി നടത്തിയതാണ്. അപ്പോൾ അദ്ദേഹം പറയാം, കൃഷ്ണദാസ് ഉണ്ടല്ലോ അത് മതിയോ? അല്ല, കൃഷ്ണദാസ് ഉണ്ട്, കളിക്കുന്നുണ്ട്, അതല്ലാണ്ട് ആശാൻ്റെ കൂടെ ഒരാളും കൂടി അത് വേണ്ട, അവനുണ്ടല്ലോ അവൻ മതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കളിക്ക് പോയി.
അവിടുന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇതുണ്ടല്ലോ, ഇപ്പം കേശവനുണ്ട്, ഞാനുണ്ട്, കേശവനുണ്ട്, രാമണ്ണമ്പൂരി ഉണ്ട്, ഉണ്ണീഷുണ്ട്, നിന്നെ എന്തിനാണ് വിളിച്ചത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തി പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി പെട്ടിയൊക്കെ എടുക്കാൻ ഇത്തിരി താമസിച്ചു. ചെണ്ടയുടെ ഉത്തരവാദിത്വമൊക്കെ എനിക്ക് മാർക്കിക്കായിരുന്നു ചുമതല. അപ്പോൾ അതും ഈ ഇത്രയും ആശാന്മാരുടെ ഇടയിൽ വെച്ചിട്ട് എന്നെ കൊട്ടാൻ കൊണ്ടുപോകുന്നതല്ല, അവിടെ എന്നെ പെട്ടി ചുമക്കാൻ കൊണ്ടുകൊണ്ടു. ഈ വിചാരിച്ചെന്താ കുട്ടി മനമറിക്കാതെ വിചാരിച്ച് ഇവിടെ വന്നതാണ്. ഇത് എവിടെ പോയെന്നൊക്കെ വെച്ച് വഴക്ക് പറഞ്ഞു. 14,500 രൂപ കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടാണ് പോയത്, എന്നതൊക്കെ വാങ്ങിക്കണമെന്നും പറഞ്ഞിട്ട്. ആ പൈസ കിട്ടിയ വഴി മൂപ്പര് പൈസ കിട്ടിയോടാ വെച്ചോ, എത്രയുണ്ട് 14,500 രൂപ, അത് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ആ പൈസ വാങ്ങി വെച്ചു. 10 പൈസ കിട്ടിയില്ല. ആ മൊത്തം വാങ്ങി വെച്ച് പല്ലശനെ എത്തി. പിറ്റേ ദിവസം വീട്ടിൽ വന്നു. ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞ് ബാങ്കിൽ കൊണ്ടുപോയി ഒരു 500 രൂപയും കൂടെ തന്നു. 15,000 വെച്ച് ഡെപ്പോസിറ്റ് ചെയ്തു. അതവിടെ ഇരിക്കട്ടെ പൈസ. ബാങ്കിൽ നിന്ന് ഇറങ്ങണ വഴിക്ക് പറഞ്ഞു, 500 രൂപ പെട്ടെന്ന് തരണം കേട്ടോ, എനിക്ക് ഇത്തിരി അത്യാവശ്യമുണ്ട്. അത് വലിയ താമസമുണ്ട്. ഇതെങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന് വേഗം കൊടുത്തു. അപ്പോൾ ആ താല്പര്യം എന്നെ കൊണ്ടുള്ള അദ്ദേഹം, അത് മാത്രമല്ല ജീവിതം സുരക്ഷിതമാവണമെന്ന് അദ്ദേഹം മുൻകൂട്ടി ചിന്തിച്ചതും കൂടി നമുക്കൊരു പക്ഷേ ഡൽഹിയിൽ നിന്ന് അത് തോന്നിയിട്ടുണ്ടാവില്ല. ഉള്ള പൈസ മുടിച്ച് കൊണ്ടുപോയി എന്നേ തോന്നിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് നമുക്ക് തന്നെ ഗുണമായിട്ട് പിന്നീട് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കല്ലേ. മരണം വരെ എന്നെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. മരിക്കണതിൻ്റെ ഒരാഴ്ച മുമ്പ് ഒരു ഏപ്രിൽ 8-ാം തീയതി അദ്ദേഹം മരിക്കണത്. ഏപ്രിൽ 1-ാം തീയതി ഒരു കല്യാണ നിശ്ചയത്തിൽ ഞാൻ പല്ലച്ചനെ വന്നിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കയ്യൊക്കെ കെട്ടിയിരിക്കേണ്ട എന്നെ കണ്ടുപോയി ഇവിടെ വേണമെന്ന് പറഞ്ഞ് വിളിച്ചു. കളി എവിടെയൊക്കെ ഉള്ളതെന്ന് അമ്മയെ കൊണ്ടൊന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. അത് എനിക്ക് വയ്യ, ദിവസം ഓടും തോന്നുന്നില്ല, നീ എവിടെയെങ്കിലും കിടന്ന കളി, അത് മൊബൈലൊന്നും ഇല്ലാത്ത സമയം വിവരം അറിയിക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞു. എന്നെക്കൊണ്ട് പറഞ്ഞ് അമ്പലത്തിൻ്റെ നടക്കിലേക്കൊന്ന് കൊണ്ടുപോകണം. ഇവിടെ അവിടെ നിന്ന് നല്ല കരച്ചിൽ, ജീവിതം മടുത്തു പോകും, എന്നെ എത്രയും വേഗം കൊണ്ടുപോകണം. ഏപ്രിൽ 1-ാം തീയതി, ഏപ്രിൽ 7-ാം തീയതി ഞാനിവിടെ ഈ കായംകുളത്തടുത്തൊരു കളിസ്ഥലം, ഒരു 100 നാട് എന്നും പറഞ്ഞിട്ട് കളിസ്ഥലം. അപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു സന്ധ്യ മുതൽ തന്നെ ദുശ്ശനങ്ങളൊക്കെ തുടങ്ങി. ഞാൻ ഇരുന്നൊരു സ്കൂളിലാണ്, അന്ന് റൂം എടുക്കലൊന്നുമില്ല. അവിടെ ഇപ്പോൾ നേരത്തെ അവിടെ എത്തിയപ്പോഴും ഞാൻ ആ ചായ കുടിക്കാൻ പോയ സമയത്ത് അതിൻ്റെ മണ്ടയിലൊരു മരം പൊട്ടി വീണ്. ഞാനവിടെ എഴുതിരുന്നുണ്ടെങ്കിൽ അപ്പം പണി കഴിഞ്ഞിട്ടുണ്ടാവും. കളി തുടങ്ങി, മഴയായിട്ട് കളി നിർത്തി. പിന്നെ രണ്ടാമത് കളി തുടങ്ങുമ്പോഴേക്കും തിരുവനന്തപുരത്ത് നിന്ന് ആൾ വന്നു, മൂപ്പർക്ക് സുഖമില്ലാന്നും പറഞ്ഞ്. ഇവിടെ വരുമ്പോഴേക്കൊക്കെ മരിച്ചു. ആ ഒരാഴ്ച, പിറ്റത്തെ ആഴ്ച മരിച്ചു. അപ്പോൾ ഈ ചടങ്ങൊക്കെ ഞാനാ ചെയ്യേണ്ടത്, മരുമക്കളാണ് ചടങ്ങൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അദ്ദേഹം അതിനുള്ള പൈസ കൂടെ അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയി. അവനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത്. ഏതായാലും ആ ഒരു കരുതൽ നമുക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ടാവും. വിചാരിച്ചു അച്ഛനമ്മ, അമ്മാവന്മാർ, ഇനി താങ്കളുടെ കുടുംബം, അതായത് ഭാര്യ, അങ്ങനെ വിശദാംശങ്ങൾ. കാമാക്ഷി എന്നാണ് പേര്, ശരിക്കുള്ള പേര്. ദീപ എന്നാണ് വിളിക്കുക. പുതിയ അറിവാണ്. അതെ. അപ്പോൾ അവർ എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. എൻ്റെ മുത്തച്ഛൻ്റെ അനുജൻ്റെ പേരക്കുട്ടറ മോള. പറഞ്ഞു വന്നാൽ കല്യാണം കഴിക്കാത്തൊരു ബന്ധമാണ്. ശരി. അപ്പോൾ ഞാൻ കുറേ കല്യാണം വേണ്ടാന്നൊക്കെ പറഞ്ഞ് കുറേ ആശ്രമത്തിൽ ഇപ്പോൾ ഒരിക്കലുമൊക്കെ ഉണ്ടായി. തോന്നാനുള്ള കാര്യം, തോന്നാനുള്ള കാര്യം എൻ്റെ വീട്ടിൽ തറവാട്ടിൽ 23 പേരാണ്. എൻ്റെ തറവാട്ടിൽ ഇത് അതുകൂടി ഉണ്ട്. പിന്നെ ഒരുമിച്ച് താമസിക്കൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആദ്യം അപ്പോൾ അമ്മയ്ക്ക് ഞാനൊരാളേ ഉള്ളൂ, അമ്മയ്ക്ക് വിഷമമാണ്. പിന്നെ ഒരു തീരുമാനം എടുത്തു, ഒരു കാര്യം ചെയ്യാം, വീട് കിട്ടുക എന്തായിരുന്നു. വീട് പണി നേരത്തെ തുടങ്ങി. അതും അമ്മ ഉള്ള സമയത്ത് തന്നെയാണ് അതിനുള്ള. അപ്പം മൂപ്പരിങ്ങനെ കുറേശ്ശെ കടമൊക്കെ തരും, പക്ഷേ ഉടനെ കൊടുക്കണം, വലിയ താമസവും പറ്റില്ല. അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇയാളെ തന്നെ പ്രസാദ് ഒരു ദിവസം ഓണാഘോഷത്തിന് അവിടെ വന്നപ്പോൾ ഇങ്ങനെ കഴിക്കാമെന്നൊരു തീരുമാനം. അപ്പോൾ അവർക്കും സമ്മതമായി. അങ്ങനെ ദീപയാണ്, അവർ കോയമ്പത്തൂരായിരുന്നു, മലയാളമൊക്കെ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. ഇതിൽ 2 പുത്രിമാരുണ്ട്, ശോഭിത, രഹിത. ശോഭിതയുടെ കല്യാണം കഴിഞ്ഞു. ശോഭിത ഇപ്പോൾ ബാംഗ്ലൂരാണ്
രഹിത M.Com എക്സാം എഴുതിയിരിക്കുന്നുണ്ട്. രണ്ടുപേരും ചെണ്ട കൈകാര്യം ചെയ്ത് ഒരാളിപ്പോൾ തീരെ നിർത്തി പറ്റാത്തൊരവസ്ഥയായി. ശേഷം എന്ത് വേണ്ടി തീരുമാനിക്കാൻ പറ്റില്ല. അത് വരും അവർ ധാരാളം കൊട്ടി നടന്ന ആൾക്കാരാണല്ലോ. അതെ തീർച്ചയായിട്ടും അതെ. ഇനിയിപ്പോൾ കൃഷ്ണദാസിനെ ഇപ്പോൾ കുറേ ആചാര്യന്മാരുടെ പേര് കൊണ്ടു, ആശാന്മാരുടെ പേര് കൃഷ്ണൻകുട്ടി പൊതുവാൾ, അച്ഛനുണ്ണി പൊതുവാൾ, മന്നാടി ആശാൻ, അങ്ങനെ ഏകദേശം വാസുവേട്ടൻ, രാമൻ നമ്പൂതിരി വരെയുള്ള, ഉണ്ണികൃഷ്ണേട്ടൻ വരെയുള്ളൊരു ഗുരു എന്ന രീതിയിൽ പറഞ്ഞു. ഇതല്ലാണ്ട് കൃഷ്ണദാസിൻ്റെ കൊട്ടിനെ, ഇല്ലെങ്കിൽ കൃഷ്ണദാസൻ ആഗ്രഹിക്കുന്ന ഒരു കൊട്ട്, അതായത് എനിക്ക് ഇന്നപോലെ ഇന്ന ആളെ പോലെ ഒരാളുടെ കൊട്ട് പോലെ കൊട്ടണം, അതല്ലെങ്കിൽ കൃഷ്ണദാസിനെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു കൊട്ട് ഇവരുടെ മാത്രമാവില്ല എന്ന് ഉറപ്പാണല്ലോ, ആശാന്മാർ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതിനപ്പുറം അങ്ങനെ ബോധ്യപ്പെട്ട ആരെങ്കിലും മനസ്സിലുണ്ടോ? ആശാന്മാരുടെ കാര്യം ഒരുവിധം സൂചിപ്പിച്ചു കഴിഞ്ഞു, എല്ലാവരുടെയും പറഞ്ഞു. അതല്ലാണ്ട് ഇപ്പോൾ തായമ്പക ആയാലോ, മേള ആയാലോ, ഇപ്പോൾ തൃത്താല കേശവേട്ടൻ്റെയൊക്കെ തായമ്പക ധാരാളം കേട്ടിട്ടുണ്ടാവാൻ വഴിയുണ്ട്. അങ്ങനെ വല്ലവരുടെയും കൊട്ട് കൃഷ്ണദാസിനെ മാനസികമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ്. എനിക്ക് തായമ്പക കാലത്ത് കുഞ്ഞകൃഷ്ണപ്പൊതുവാൾ വളരെയധികം വെച്ചാൽ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തായമ്പ ഞാൻ കുറേയൊക്കെ കൊട്ടി നടന്നുവെങ്കിലും അന്ന് പല്ലാവൂരപ്പന്മാരാർ, പിന്നെ കുഞ്ഞുകുട്ടന്മാരാരുടെ തായമ്പ വലിയ ഇഷ്ടമായിരുന്നു. ഞാനുമായിട്ട് അത്രയും അടുപ്പമായിരുന്നു അദ്ദേഹമായിട്ട്. അപ്പം അങ്ങനെയൊക്കെ അവരുടെയൊക്കെ കൊട്ടിനോട് ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞുകുട്ടന്മാരുടെ ഈ നില കൊടുത്തിട്ടുള്ള വായു കൊടുത്തിട്ടുള്ള കൊട്ടാണ്. തിമിലയായാലും ചെണ്ടയായാലും ഇടയ്ക്കായാലും. അപ്പം അത് എനിക്ക് വല്ലാത്തൊരു താല്പര്യം തോന്നിയില്ല. പിന്നെ ശങ്കരേട്ടൻ്റെ തായമ്പയുടെ ഒരു സുഖം, അധികം എവിടെ കൈ തൊട്ടാലും അതിനൊരു ശുദ്ധത ഉണ്ടാവും. അതിന് താല്പര്യം തോന്നിയിട്ടുണ്ട് അതൊക്കെ. അവിടെയൊക്കെ ഇപ്പം പല്ലച്ചന പൽപ്പനാമാരാർ അദ്ദേഹം ഈ പറഞ്ഞ പോലെയാണ്. കണ്ടു കാണുമല്ലോ? കണ്ടിട്ടില്ല, നേരിട്ട് അനുഭവം. ആദ്യം ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണടയ്ക്കും. കണ്ണടച്ച് പിന്നെ പതികാലത്തിൻ്റെ അവസാനം കണ്ണു തുറക്കുള്ളൂ. അനങ്ങാണ്ട് നിന്നിട്ടുള്ള ഒരു കൊട്ടാണ്. ഇത്രയും ഒരു സുഖം കൃഷ്ണൻകുട്ടി മുളയത്താൻ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു തായമ്പായിരുന്നു. ഞാൻ പറയണ കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ കലാവണത്തിലിരിക്കുമ്പോൾ പത്മനാഭന്മാരുടെ കൊട്ട് വലിയ ഇഷ്ടമാണ് പറയണ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് കലാവണത്തിൽ തായമ്പ് വെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പം ധാരാളം വടക്ക് തെക്ക് ഭേദമില്ലാണ്ട് അരങ്ങുകൾ കിട്ടി വന്നൊരു നല്ല കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് പറയാം. അതിനപ്പുറം ഒരു പക്ഷേ നമ്മുടെ പൂർവ്വ ആചാര്യന്മാരൊക്കെ സഞ്ചരിച്ചതിനേക്കാൾ ലോകം സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയൊരു തലമുറയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ. അങ്ങനെ ഏതെല്ലാം വിദേശ രാജ്യങ്ങളിൽ എല്ലാം ഓർമ്മിക്കാൻ തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്ന് സൂചിപ്പിക്കാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ട് പോണത് 91-ലാണ്. ഇന്ത്യൻ ഫെസ്റ്റിവൽ ജർമ്മനിയെ വെച്ച് നടത്തിയപ്പോൾ അന്ന് മാർഗി ട്രൂപ്പിൻ്റെ കഥകളിയാണ്. കഥകളിക്കല്ല ഞാൻ പോയത് ഒരു 8 മിനിറ്റ് മേളവും 3 മിനിറ്റ് തായമ്പി. ശരി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് 70 കലാകാരന്മാരുണ്ട് ജർമ്മനിയിൽ. അപ്പം അന്ന് നമ്മുടെ തൃപ്പൂണിത്തുറ കേശവപ്പോൾ ആശാൻ, വാസു ആശാൻ, ഞാൻ, പിന്നെ മാർഗിയിലെ കുറച്ച് ആൾക്കാരും കൂടെ പോയി. അത് ഒരു കഷ്ടി 1 മാസം ജർമ്മനിയിലും അങ്ങനെ ഒരു 10-15 ദിവസം റഷ്യയിലും. ആദ്യമായിട്ടുള്ള യാത്ര 91-ലാണ്. പിന്നെ 97-ലാണ് UK-ലേക്ക് ബാർബറ വിജയകുമാറിൻ്റെ യാത്ര. 97 പോയി. പിന്നെ അവിടെ ഞങ്ങൾ മാർഗി ട്രൂപ്പിൻ്റെ ജപ്പാൻ, കൊറിയ, ഹോങ്കോങ്, ഇന്തോനേഷ്യ. ഒരുപക്ഷേ ബാർബറയുടെ അവരുടെ ടൂറിന് തന്നെ എത്രയോ പ്രാവശ്യം ലണ്ടൻ സന്ദർശിച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ഞാനായിരിക്കും. ഞാൻ 10 പ്രാവശ്യം അവിടേക്ക് തന്നെ. പിന്നെ റഷ്യ, ഇവിടെ ഇന്തോനേഷ്യ, മെക്സിക്കോ, അങ്ങനെ സിംഗപ്പൂർ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ടാവില്ല എന്നറിയാം. എന്നാലും പ്രേക്ഷകർക്കും അറിയാമല്ലോ ഇത്തരം കാര്യങ്ങൾ. പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ കലാമണ്ഡലത്തിലൊക്കെ പൊതുവേ പല വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ പലതും ഇങ്ങനെ കേൾക്കാറുണ്ട്. പഠിക്കുന്ന സമയത്ത് എൻ്റെ കോഴ്സ് കഴിയണ കൊല്ലം മൂർദ്ധമന തിരുമേനിയുടെ
പേരിലൊരു ഇതുണ്ട്. അത് രാമേന്ദ്രനാണ് കിട്ടിയത് എനിക്കെല്ലാം കിട്ടി. അതിൻ്റെ പിറ്റത്തെ കൊല്ലം ഞാൻ ഒരു കൊല്ലം തോറ്റവിടെ പഠിച്ചു. ആ കൊല്ലം എനിക്കത് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടണത് എനിക്ക് 2000 ഒരു തൃപ്പൂണിത്തറ ക്ലബിൻ്റെ കൊത്തനയ സ്മാരക പുരസ്കാരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് തുടങ്ങിയ പുരസ്കാര ലഭ്യത അതെ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട ചിലതൊന്നും ഓർമ്മിക്കാൻ പറ്റിയാൽ? കലാമണ്ഡലം അവാർഡ് കിട്ടി. പിന്നെ പല്ലച്ചന, അവിടുന്ന് വീരശൃംഖല. തീർച്ചയായിട്ടും അത് നമുക്കൊക്കെ ഓർമ്മയുള്ള ഒരു കാര്യമാണ്, രണ്ടുപേർക്കും ഒന്നിച്ച് കിട്ടിയത്. പിന്നെ സംഗീത അക്കാദമി അവാർഡ്, പൊതുവാളാച്ചാൻ്റെ പേരിലുള്ള കലാമണ്ഡലത്തിലെ കലാസാഗർ, രാമുട്ടിയരാച്ചാൻ്റെ പേരിലുള്ള രാജസം, പിന്നെ ഇപ്പോൾ ദശമുഖം എന്ന് പറഞ്ഞിട്ട് കിട്ടി. പിന്നെ ചാലക്കുടി നബീച്ചനാച്ചാൻ്റെ അവിടുന്ന് സുവർണമുദ്ര, പത്തനംതിട്ട ക്ലബിൻ്റെ, അങ്ങനെ കലാമണ്ഡലം കിട്ടുന്നരാച്ചാൻ്റെ പേരിൽ ദൃശ്യവേദി കൊടുക്കുന്ന അവാർഡ്. ചോദിക്കാൻ പാടാത്തൊരു ചോദ്യം കൂടി ചോദിക്കാം. പുരസ്കാരങ്ങൾ കിട്ടുക എന്നുള്ളത് ചില ഭാഗ്യങ്ങളാണ്, നിമിത്തങ്ങളാണ്, നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. മനസ്സിൽ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇനിയും എനിക്ക് കിട്ടിയാൽ എല്ലാ അവാർഡും കിട്ടണം സംശയമില്ല, കിട്ടാൻ അർഹതയുണ്ട്, അങ്ങനെ മോഹിക്കുന്ന ഏതെങ്കിലും ഒരു അവാർഡുണ്ടോ? സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഒട്ടും താല്പര്യമില്ല. ഇല്ല. കാരണം ഇത് ഈ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു യോഗമാണ്. അതെ, തീർച്ചയായിട്ടും. അതെ, എത്ര പേര് ഇത് കിട്ടാണ്ട്, പലരും എൻ്റെ അടുത്തൊരു വിഷമം പറഞ്ഞ ആൾക്കാർ ഉണ്ട്. കൃഷ്ണദാസിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അത് ഇതുവരെ കിട്ടിയിട്ടുള്ളതും ഞാൻ ശ്രമിച്ചിട്ടല്ല ഇതൊന്നും കിട്ടിയെടുക്കുന്നത്. ഈ അക്കാദമി അവാർഡായാലും അതുമാതിരി പല്ലച്ചന, ഈ വീരശൃംഖല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ് എനിക്കിത് വേണ്ട കുറേ നേരത്തെ തുടങ്ങിയതാണ്. ഒരു നിമിത്തമാണ് ഇതൊക്കെ, അത്രയേ ഉള്ളൂ. അപ്പം അത് എനിക്ക് ഒട്ടും താല്പര്യം, ഇനി അത് കിട്ടിയാൽ കൊള്ളാമെന്ന് ഇതുവരെ ഇതിന് മുമ്പും തോന്നിയിട്ടില്ല, ഇനിയും തോന്നിയിട്ടില്ല. കുറച്ചുകൂടെ കാലം കൊട്ടാൻ പറ്റിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. കൊട്ടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഉണ്ടാവാനും പാടില്ല. കാരണം നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങിയതാണ്. എനിക്കൊരു ഒരാഴ്ച കൊട്ടാണ്ടിരുന്ന എൻ്റെ ശരീരത്തിന് അസുഖം, എനിക്ക് വയ്യാണ്ട് വരും. അപ്പോൾ വീട്ടിൽ ഭാര്യ പറയും കുറച്ച് മാർക്കിൽ പോയി കൊട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഓണെ പോയി പിള്ളേരെ വിളിച്ച് സാധകം ചെയ്യും കുറച്ച്. അതൊന്നും ഇപ്പോഴും മുടക്കാറില്ല. വർഷക്കാലത്ത് സാധകം ചെയ്യലും. പിന്നെ ഈ കഥകളിക്കൊട്ടിൽ സാന്ദർഭികമായിട്ട് പറയുകയാണ്, ഓരോ അരങ്ങിലും വളരെ വാചാലമായിട്ടുള്ള കൊട്ടാണ് കൃഷ്ണദാസൻ്റെ അരങ്ങുകൾ. എന്നാൽ ജീവിതത്തിൽ, അതായത് പൊതുവെയുള്ള പെരുമാറ്റത്തിൽ വളരെ അത്രമാത്രം ഒരു പുറം മോടികളിൽ വലിയ വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്തൊരു അന്തർമുഖത്വം പലപ്പോഴും കൃഷ്ണദാസന് തോന്നിയിട്ടുണ്ട്. അതിൽ വാസ്തവമുണ്ടോ? അന്തർമുഖത്തിൽ വല്ലാണ്ടങ്ങനെ എല്ലാവരോടും സംസാരിക്കലോ, ഇപ്പം നേരത്തെ അവാർഡിൻ്റെ കാര്യം തന്നെ സൂചിപ്പിച്ചു, അതിനു വേണ്ടിയൊരു ശ്രമമോ, എല്ലാവരും സ്വയം അംഗീകരിക്കപ്പെടാൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്ന് പിന്മാറാനുള്ളൊരു മനോഭാവം വന്നത് കലാമണ്ഡലം അവാർഡ് കിട്ടണമെങ്കിൽ അപേക്ഷ മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. കൊണ്ട് അപേക്ഷ അയക്കണം എന്നൊരു, അപ്പോൾ എന്നെ കൊണ്ട് അപേക്ഷ അയക്കാൻ പറഞ്ഞു. ഞാൻ എനിക്ക് വേണ്ട, അർഹതയുള്ളവർ ഉണ്ടല്ലോ, അത് കിട്ടട്ടെ. ഞാൻ അപേക്ഷ അയച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ് പിന്നത്തെ കൊല്ലം എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് പിന്നെന്താ പറഞ്ഞു, ഇപ്പം എന്താ ചോദിച്ചത്? അല്ല, പിന്നെ പൊതുവെ ഒരു അത്തരം കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനുള്ളൊരു വിമുഖത എന്നൊക്കെ പറയില്ലേ, അത് പൊതുവേ കാണാറുണ്ടല്ലോ. നമ്മളിത് കിട്ടുമ്പോഴും നമ്മുടെ ഗുരുനാഥന്മാരെ വിചാരിക്കുക, അവരുടെ പരിശ്രമമാണല്ലോ അതൊക്കെ. തീർച്ചയായിട്ടും കൃഷ്ണദാസന് വേണ്ടത്ര എന്ന് പറയുന്നില്ല, എന്നാൽ വേണ്ടത്ര എന്ന് തന്നെ പറയുകയും ചെയ്യാം. അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, വലിയ വലിയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൃഷ്ണദാസൻ്റെ പ്രായത്തിലുള്ള പലർക്കും കിട്ടാത്ത പല പുരസ്കാരങ്ങളും കൃഷ്ണദാസൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്നും സ്വയം ശ്രമിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും അങ്ങനെ പ്രത്യേകിച്ച് മോഹങ്ങളില്ല എന്ന് സൂചിപ്പിച്ചു അല്ലേ? ഇത് അതൊക്കെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, എന്താ അത്രയേ ഉള്ളൂ. ഒക്കെ കിട്ടുന്നത് നമുക്ക് ഈ കിട്ടുമ്പോഴുമൊക്കെ അതാ തോന്നുക, ഗുരുനാഥന്മാരെ കൊണ്ടുള്ള അനുഗ്രഹം, അല്ലാണ്ട് വേറൊന്നുമില്ല.